നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂൺ 16 മുതൽ ജൂൺ 22 വരെയുള്ള ഒരാഴ്ച എല്ലാ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ആഴ്ച ഗ്രഹങ്ങളൊന്നും തന്നെ മാറുന്നില്ല. ചന്ദ്രൻ്റെ മാറ്റം പിന്നെ സ്വാഭാവികമാണ്. അതുപോലെ ഗുളികനും രാശി മാറും. പ്രകടമായിട്ടും മേടക്കൂറിന്, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗംകാർക്ക് ഈ ആഴ്ചയിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ വേണ്ടി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഒരു വലിയ കാര്യം. ഏറ്റവും അടുത്ത സുഹൃത്തിനോ ഏറ്റവും അടുത്ത ബന്ധുവിനോ അല്ലെങ്കിൽ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ഒക്കെ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ആ തീരുമാനങ്ങൾ മൂലം കർമ്മരംഗത്ത് വിജയമുണ്ടാവുകയും സാമ്പത്തികമായ നേട്ടമുണ്ടാവുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ മേടം രാശിക്കാർക്ക്, അതായത് മേടം കൂറുകാർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ഇവർക്ക് വളരെ ഗുണകരമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. കാരണം ഇവരുടെ ജന്മത്തിൽ, അതായത് മേടത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു. ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിലാണ്. 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് വ്യാഴമുണ്ട്. 3-ൽ ശുഷ്കാന്തിയുടെയും വീര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്ഥാനത്ത് ശുക്രനും ബുധനും അതുപോലെ തന്നെ സൂര്യനുമുണ്ട്. 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കേതു. അതുപോലെ തന്നെ 12-ൽ സഞ്ചരിക്കുന്നു രാഹു. 11-ാം ഭാവത്തിൽ വരുമാന സ്ഥാനത്ത്, നേട്ടസ്ഥാനത്ത്, സർവാഭീഷ്ടത്തിൻ്റെ സ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവർക്ക് ഗുണകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഉദര സംബന്ധമായ അസുഖമോ പ്രശ്നമോ ഉണ്ടാകാം. വെറുതെയെങ്കിലും ശത്രുവിനെ ഭയക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാം. തങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ചില നേട്ടങ്ങൾ നീണ്ടുപോകുമോ, അത് അസ്ഥാനത്താകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഇപ്പോഴും ഇവരെ വല്ലാതെ പിരിമുറുക്കത്തിലാക്കും. ഏറ്റവും അടുത്ത ആശ്രിതർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടോ വീട് പാലുകാച്ചുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും മംഗളകരമായ കർമ്മങ്ങളിൽ അവർക്ക് വേണ്ടി പങ്കെടുക്കാൻ ഒക്കെ സാധിക്കുന്ന ഒരു ആഴ്ചയായിട്ട് കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക്, ഒന്നുകിൽ മക്കൾക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക്, ഈ നക്ഷത്രക്കാർ കുട്ടികളോ കൗമാരപ്രായക്കാരോ ആണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഒക്കെ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയോ വിദേശത്തു നിന്ന് വരുമാന സാധ്യതയോ അല്ലെങ്കിൽ അവിടുത്തെ താമസത്തിന്, സ്ഥിരമായ താമസത്തിന് അംഗീകാരമോ ഒക്കെ കിട്ടുന്നൊരു അവസരം കാണുന്നുണ്ട്. പൊതുവെ ഗുണകരം ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് ഇവർക്കും. 12-ാം ഭാവത്തിലെ രാഹു ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയുണ്ടാക്കും. അതുപോലെ ജന്മത്തിലെ ചൊവ്വയും ശുഷ്കാന്തിയും പ്രവർത്തിക്കാനുള്ള മനോകരുത്തും ശാരീരികമായ കരുത്തുമൊക്കെ ഉണ്ടാകുമെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ എടുത്തുചാട്ടം, എവിടെയെങ്കിലും ചെറിയ വികാരാധീനത്തിൻ്റെ അല്ലെങ്കിൽ വികാരത്തിൻ്റെ ആവേശത്തിൻ്റെ ഒക്കെ പുറത്തുണ്ടാകുന്ന ചില പെരുമാറ്റ ലംഘനങ്ങളൊക്കെ ഈ ആഴ്ചയും ഇവരെ പിന്തുടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യവും പ്രവർത്തിക്കുക. ഈശ്വരാധീനത്തോടുകൂടി മര്യാദയോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം. പലരും ചോദിച്ചിട്ടുണ്ട്, ജോലി പോലും കിട്ടിയിട്ടില്ല, പിന്നെ എന്ത് എടുത്തുചാട്ടമാണെന്ന്. പക്ഷേ സ്വാഭാവികമായും ഞാൻ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നവരുടെ കാര്യമാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ചില അഹന്തയോ മറ്റുള്ളവരെ തിരിച്ചറിയാൻ വയ്യാത്ത സാധ്യതയൊക്കെ ഉണ്ടായേക്കാം. അത് പ്രത്യേകമായിട്ട് കണക്കിലെടുത്തുകൊള്ളണം. പ്രാർത്ഥനയോടുകൂടി ജീവിച്ചാൽ അത്തരം അഹങ്കാരമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ശരീരത്തിൽ മുറിവോ പൊള്ളലേൽക്കാനുള്ള സാധ്യതയോ വൈദ്യുതാഘാതത്തിൻ്റെ അവസരമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യം കൂടിയുണ്ട്. ആ കാര്യം മറക്കാതിരിക്കുക. വാഹനം സൂക്ഷിച്ചോടിക്കുക. ആളുകളോട് പെരുമാറുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. വാഗ്വാദത്തിനും കലഹത്തിനുമൊക്കെ ഇടയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക്, അതായത് ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16-ാം തീയതി, 17, 18 നല്ല ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്കും ഇപ്പോൾ 2-ാം ഭാവത്തിലാണ് ശുക്രനും അതുപോലെ ബുധനും സൂര്യനും സഞ്ചരിക്കുന്നത്. ജന്മത്തിൽ വ്യാഴമുണ്ട്. 12-ാം ഭാവത്തിൽ ചൊവ്വയും 11-ൽ രാഹുവുമുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വിജയത്തിൻ്റെ കാര്യത്തിലും ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളവും ദോഷമൊന്നും സംഭവിക്കാൻ സാധ്യത കാണുന്നില്ല. കാരണം പൊതുവെ ഇവരുടെ സാമ്പത്തിക ഭദ്രത വലിയ കുഴപ്പമില്ലാതെ പോകുന്നൊരവസരം കാണുന്നുണ്ട്. പക്ഷേ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകൻ പല രോഹിണി നക്ഷത്രക്കാരും, പ്രധാനമായും രോഹിണി നക്ഷത്രക്കാർ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നമുണ്ട് എന്ന്. അതിന് പ്രധാന കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശനി 10-ൽ സഞ്ചരിക്കുന്നത് തന്നെയാണ്. കേന്ദ്രഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി എന്ന് പറയുന്നു. അതിൽ 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്.
ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലും ഇതിനു മുമ്പുള്ള വീഡിയോകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വെറും ബ്രെഡ് വിന്നിങ്ങിന് വേണ്ടിയിട്ടുള്ള കർമ്മം മാത്രമല്ല, അതായത് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ധനസമ്പാദന പ്രവർത്തനങ്ങളെ അല്ല കർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ മാത്രമല്ല കർമ്മം എന്ന് പറയുന്നത്. ഒരുപക്ഷെ രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാത കൃത്യനിർവഹണങ്ങൾ നിർവഹിക്കേണ്ടതിൻ്റെ പ്രാഥമിക ജോലി പോലും കർമ്മം എന്ന് പറയുന്ന ആ ഒരു നിർവചനത്തിൽ പെടുത്തുന്നുണ്ട്. അപ്പോൾ 10ാം ഭാവം കൊണ്ട് നമ്മുടെ ശാരീരികമായ ഗുണവും ആരോഗ്യവും ഒക്കെ ചിന്തിക്കണം, കുടുംബ ബന്ധങ്ങളെ ചിന്തിക്കണം. 10ാം ഭാവം പൊതുവെ എല്ലാ അർത്ഥത്തിലെയും കർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മനസ്സാ വാച കർമ്മണയുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടെ ശനി നിന്നാൽ ഇതിനെയൊക്കെ ബാധിക്കാം. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ജോലിക്ക് പോകാൻ പറ്റാതെയുള്ള ചില അവസരങ്ങൾ ഉണ്ടാകാം, ജോലിസ്ഥലത്ത് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം, ജോലിയുടെ പ്രാപ്തിക്കുറവ് സംഭവിക്കാം. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിന് അടുത്ത അടുത്ത മാർച്ചോടുകൂടി മാത്രമേ അതിനൊരു അറുതി വരികയുള്ളൂ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാലും വ്യാഴം ഇപ്പോൾ 12ൽ നിന്ന് ജന്മത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഇവർക്ക് 12ൻ്റെ അത്ര ദോഷമല്ല. ജന്മത്തിലും വ്യാഴം വലിയ ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും 12ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞ വർഷത്തെ അത്ര അധിക ചിലവുണ്ടാവില്ല. മാത്രമല്ല 2ാം ഭാവത്തിലേക്ക് ഇടവത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മനക്ഷത്രത്തിൻ്റെ അവരുടെ ജന്മരാശിയുടെ അധിപനാണ് ചന്ദ്രൻ. ഇടവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അധിപനാണ് ശുക്രൻ. ആ ശുക്രൻ 2ാം ഭാവത്തിൽ പോയി നിൽക്കുമ്പോഴും ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴും തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാവും, പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാവും, തങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റവും ബൗദ്ധികമായും ബുദ്ധിപരമായും ക്രിയാത്മകമായും തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശുഷ്കാന്തി പ്രകടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് സാമ്പത്തിക വർധനവായി മാറും, പ്രതിഫലം വർദ്ധിക്കും. അതുപോലെ 11ൽ നിൽക്കുന്ന രാഹുവും വരുമാനത്തിന് വർധനവുണ്ടാക്കും. എന്നാൽ 2ൽ നിൽക്കുന്ന സൂര്യൻ സാമ്പത്തികമായി ഗുണമുണ്ടാക്കും എങ്കിലും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 2ാം ഭാവം മുഖമാണ്. മുഖത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയോ അപകട സാധ്യതകളോ കാണുന്നു. കണ്ണിന് രോഗമുണ്ടാകാം. അതുപോലെ 2ാം ഭാവം വർത്തമാനത്തെയും അതുപോലെ നമ്മുടെ നാവിനെയും ഒക്കെ ഏതെങ്കിലും തരത്തിൽ രോഗം ബാധിക്കാം. ചൂട് സംബന്ധമായ, അതായത് ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുന്ന വിധത്തിൽ നാവിൽ പൊള്ളലോ ഒക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. മോണ രോഗങ്ങൾ വരാം ഈ സമയത്ത്. അതുകൊണ്ട് സൂര്യൻ 2ൽ നിൽക്കുന്ന പ്രത്യേകം ബുധൻ്റെ രാശിയിൽ സൂര്യൻ അത്ര സുഖമുള്ള ഒരു രാശിയല്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു സന്താനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ അതിനൊക്കെ പരിഹാരമുണ്ടാവുകയും ചെയ്യും. ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർക്ക് അല്പസ്വല്പം ഭാഗ്യക്കേടുണ്ടെങ്കിലും തിങ്കളാഴ്ച മുതൽ കാര്യങ്ങൾ വളരെ ലളിതമായി മുന്നോട്ട് പോകും. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും എല്ലാം കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഇവർക്ക് കിട്ടാനുണ്ടായിരുന്ന ധനമോ മറ്റ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന മുടക്കമോ ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. വായ്പ ഇവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ കടക്കെണിയിൽ നിന്ന് ഇവർക്കും താൽക്കാലികമായ ആശ്വാസം ആഴ്ചയുടെ 2ാമത്തെ ദിവസം മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ കിട്ടുന്നതാണ്. പൊതുവെ ഗുണകരം തന്നെയാണ് ഇടവക്കൂറിനും. പക്ഷേ കണ്ടകശനിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. പാദത്തിൽ അസുഖമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ 12ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പണം മുടക്കേണ്ടി വന്നേക്കാം. സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കുക. മേടക്കൂറിനെ പറഞ്ഞതുപോലെ തന്നെ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. 12ലെ ചൊവ്വ എന്ന് പറയുമ്പോൾ നഷ്ടം വരുത്താൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകാം, മജ്ജയ്ക്ക് ദോഷമുണ്ടാകാം, എല്ലിന് ദോഷമുണ്ടാകാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19, 20, 21 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. 21 വൈകുന്നേരം വരെയും നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവർക്ക് ഇപ്പോൾ ചൊവ്വയാണ് 11ൽ നിൽക്കുന്നത്. 11ാം ഭാവം ആദ്യം ചിന്തിക്കുന്നത് ധനപരമായ ഒരു ആശ്രയത്വം ഒരിക്കലും ഉണ്ടാകാതെ, മറിച്ച് ധനപരമായ ഒരു മേന്മ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ വ്യക്തിക്കും ഉണ്ടാകുമ്പോഴാണല്ലോ ജീവിതം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുക. അതുമാത്രമല്ല ജീവിത വിജയത്തിൻ്റെ ആധാരമെങ്കിലും പ്രധാനമായും പണം വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് 11ാം ഭാവവും പിന്നെ 2ാം ഭാവവും സുഗമമായി മുന്നോട്ട് പോകുമെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഏകദേശം ഒരു 60-70% അയാൾക്ക് സ്വയം ആശ്രയിക്കാനുള്ളൊരു ശക്തി വരുന്നു. അതൊരു വലിയ ദൈവാധീനം തന്നെയാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ബലത്തോടെ നിൽക്കുന്നതിനാൽ ഇവർക്ക് ധനപരമായ നേട്ടം ഈ ആഴ്ചയും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 12ൽ സഞ്ചരിക്കുന്ന വ്യാഴം ചിലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത്തരം ചിലവുകളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടോ
ഒക്കെ ആകാം. ഒരുപക്ഷെ വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര പോകുന്നതിനോ അതുമായി ബന്ധപ്പെട്ടുള്ള ചിലവിനോ ഒക്കെ ആയിരിക്കാം ഇപ്പോൾ പണം കൂടുതലായി ചിലവാകുന്നത്. അതൊന്നും തന്നെ നമുക്ക് ദോഷമെന്ന് പറയാനാവില്ല. അതുകൊണ്ടാണ് 12-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് പണം മുടക്കേണ്ടി വരുമെന്ന് പറയുക. അതുപോലെ തീർത്ഥാടനം നടത്തുക, ആ ക്ഷേത്രങ്ങളിൽ പോവുക, ഇതെല്ലാം തന്നെ നമുക്ക് ഉടനെ ലാഭം കിട്ടുക എന്നൊരു നിർവചനത്തിൽപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സിന് സമാധാനം, വരുന്ന ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ ശുഭകരമായ തെളിച്ചം കിട്ടാനുള്ള മനസ്സിൻ്റെ ഒരു ആശ്വാസം, ഇതൊക്കെ തന്നെയാണ് ഭക്തി കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഓരോ മനുഷ്യനും നേടുന്നത്. അതുപോലെ തന്നെ ബാക്കി നാളേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള കാലത്തേക്ക് കൂടുതൽ മക്കൾക്കും തങ്ങൾക്കും ശുഭകരമായി മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഇപ്പോൾ ചിലവാക്കുന്നു. അത് 12-ലെ വ്യാഴത്തിൻ്റെതാണ്. അതിന് തക്കവണ്ണം ധനം ഇപ്പോൾ മിഥുനക്കൂറുകാർക്ക് കിട്ടുകയും ചെയ്യും. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ അവർക്ക് കുറച്ചുകൂടി തങ്ങളുടെ ആകർഷക വ്യക്തിത്വം വർദ്ധിപ്പിക്കാൻ സാധിക്കും. സൗന്ദര്യം വർദ്ധിക്കുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ ഒരു സമയത്ത് വശ്യതാ സൗന്ദര്യം വർദ്ധിക്കും. ശുക്രൻ ബലവാനായി നിൽക്കുന്നതിനാൽ കലാപരമായ കഴിവുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സൂര്യൻ കൂടി നിൽക്കുന്നത് കൊണ്ട്, സൂര്യൻ ജന്മത്തിൽ നിൽക്കുന്നത് സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയ്ക്ക് കാരണമാകും. കണ്ണിനോ ഹൃദയത്തിനോ ഞരമ്പുകൾക്കോ രോഗമുണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നക്ഷത്രക്കാർ. പൊതുവെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് കുറച്ചുകൂടി ഒരു ദർശനം അല്ലെങ്കിൽ കുറച്ചുകൂടി മാറി നിന്നുകൊണ്ട് ചിന്തിക്കാനും ക്രിയാത്മകമായും അതുപോലെ തന്നെ ബുദ്ധിപരമായും കൂടുതൽ നല്ല രീതിയിൽ ഇടപഴകാനും സാധിക്കുന്നത് കൊണ്ട് തങ്ങളുടെ കർമ്മരംഗം കുറച്ചുകൂടി ശോഭനീയമാകും. അതുതന്നെ സാമ്പത്തിക വർധനവിന് കാരണമാവുകയും ചെയ്യും. പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. വീടിന് അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ പുതിയ പ്രോപ്പർട്ടി വാങ്ങാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായ കച്ചവടത്തിനും ഈ ഒരു ആഴ്ച ഇവർക്ക് ഗുണകരമാണ്. ചൊവ്വ നിൽക്കുന്നിടത്തോളം, 11-ൽ നിൽക്കുന്നിടത്തോളം അത് ഗുണകരം തന്നെയാണ്. സഹോദരങ്ങളെ കൊണ്ട് ഗുണമുണ്ട്. സഹോദരങ്ങൾക്കും അവരുടെ ശ്രേയസ്കരമായ ജീവിതത്തിനൊക്കെ വലിയ ഗുണം കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും 11 മത്സരങ്ങളുടെ ഒരു സ്ഥലമാണ്. 11-ാം ഭാവത്തിന് മാരകാധിപത്യം കൊടുത്തിരിക്കുന്നത് തന്നെ പണത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ എന്തും സംഭവിക്കാം എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് സ്പീഡ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരുതരം ആക്രാന്തം. ആ ആക്രാന്തം കുറയ്ക്കണം. അതിന് പ്രാർത്ഥന വേണം. അത് സ്വാഭാവികമായും മനസ്സിൻ്റെ താളം തെറ്റലായി മാറാതിരിക്കാൻ പ്രാർത്ഥന കൊണ്ട് മനസ്സിനെ ക്രമീകരിക്കുക. സ്വഭാവം നന്നാവാൻ ശ്രമിക്കുക. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അമിതമായ വേഗതയിൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ മറ്റാരെയും പരിഗണിക്കാതെയുള്ള ഓട്ടം ഇവിടെ നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ അതിന് തീർച്ചയായിട്ടും ദോഷാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 12-ലെ വ്യാഴം ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19-ാം തീയതി രാവിലെ 10:45 ശേഷം മുതൽ ഗുണമാണ്. 19-ാം തീയതി രാവിലെ 10:45 ശേഷം 20, 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെ ദോഷം ഉണ്ട്. കർക്കിടകക്കൂറിന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അത് പറയാൻ കാര്യം 8-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതാണ്. അതുമാത്രമല്ല, പലപ്പോഴും പലർക്കും കഴിഞ്ഞ 5 വർഷമായി പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. കാരണം 2020 ജനുവരിയിലാണ് 7-ാം ഭാവത്തിലേക്ക് ശനി വന്നത് കർക്കിടകക്കൂറിന്, അതായത് കണ്ടക ശനി. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിയുമ്പോൾ 2023 ജനുവരിയോടുകൂടി അത് 8-ലോട്ട് വന്നു. അതിനെയാണ് അഷ്ടമശനി എന്ന് പറയുന്നത്. 2025 മാർച്ചിൽ മാത്രമേ അത് മാറൂ. 9-ൽ നിൽക്കുന്ന രാഹുവും ഭാഗ്യത്തിന് തടസ്സമുണ്ടാക്കും. എന്നാൽ അത് മീനം രാശിയിലായതിനാൽ, വ്യാഴത്തിൻ്റെ രാശിയിലായതിനാൽ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല. 10-ലെ ചൊവ്വ നല്ലതാണ്. സ്വന്തം ക്ഷേത്രത്തിലും കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി ഗുണമുണ്ട്. 11-ൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കർക്കിടകക്കൂറുകാരെ സഹായിക്കുക. അതായത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരെ, ഇവരെ ഇപ്പോൾ സാമ്പത്തികമായി സഹായിക്കാൻ വ്യാഴത്തിന് സാധിക്കും. വ്യാഴം ശത്രുവിൻ്റെ രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ശുഭരാശിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല ശനിയുടെ ദൃഷ്ടിയിലുമല്ല. അതുകൊണ്ട് സ്വാഭാവികമായും വ്യാഴത്തിനിപ്പോൾ സഹായിക്കാൻ സാധിക്കും. തുടക്കമായതേ ഉള്ളൂ. മെയ് മാസം മുതലാണ്. അടുത്ത മെയ് 14 വരെ വ്യാഴം 11-ലാണ് കർക്കിടകക്കൂറുകാർക്ക്. അതുകൊണ്ട് എന്തായാലും അവർക്ക് ഈ ഒരു വർഷം മെയ് മുതൽ മെയ് വരെ സാമ്പത്തിക നേട്ടം പറയുന്നുണ്ട്. സർവാഭീഷ്ടം എന്നാണ് 11-നെ പറയുന്നത്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നടക്കണം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, കർമ്മരംഗത്ത് ഉയർച്ച, സാമ്പത്തിക നേട്ടം, വീട് നിർമ്മാണം, അതുപോലെ ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കുക, മക്കളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ സാധിക്കാത്തവർക്ക് അതിന് സാധിക്കുക, മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ ആഗ്രഹങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യമാവുന്നൊരു വർഷം കൂടിയാണ് 2024 മെയ് മുതൽ 2025 മെയ് വരെയുള്ള കാലഘട്ടം.
എന്നാൽ അഷ്ടമത്തിലെ ശനി ഉണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സിമ്പിളായി ഈസിയായി ഒരു കാര്യവും നടക്കില്ല. കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പിലൂടെ ഒഴുക്കേണ്ടി വരും. തടസ്സങ്ങളുണ്ടാകും. പ്രാർത്ഥന കൊണ്ടും ബുദ്ധിപരമായ സമീപനം കൊണ്ടും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. അതുമാത്രമാണുള്ളത്. തളർന്നു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. പക്ഷേ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ മുമ്പിൽ വിജയത്തിൻ്റെ പ്രതീക്ഷയുണ്ട് എന്നുള്ള ചിന്ത കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇപ്പോൾ 12ലേക്ക് ശുക്രനും അതുപോലെ ബുധനും സൂര്യനുമുണ്ട്. 12ലെ സൂര്യൻ അത്ര നല്ലതല്ല. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാം. ശുക്രൻ 12ൽ നല്ലത് തന്നെയാണ്. സാമ്പത്തിക വരുമാനവും അതുപോലെ വേറെ ദോഷമൊന്നും വരുത്തുകയുമില്ല. എന്നാൽ 12ലെ ബുധനും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും സ്കിൽഡ് ലേബേഴ്സിന് എന്തെങ്കിലും കഴിവുകൾ കൊണ്ട് ജീവിക്കുന്നവർക്കും ദോഷമൊന്നും ഉണ്ടാകില്ല. ബുധൻ 12ൽ നിൽക്കുമ്പോൾ സ്കിൻ ഡിസീസ് വരാനുള്ള സാധ്യത ശ്രദ്ധിക്കണം. തൊലിക്ക് പുറമേയുള്ള ചില രോഗങ്ങൾ, ചില നിറവ്യത്യാസങ്ങൾ, അലർജി ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ചിന്തിക്കുക, 9ൽ സഞ്ചരിക്കുന്നത് രാഹുവാണ്. രാഹു 9ൽ സഞ്ചരിക്കുമ്പോൾ പിതാവിനത്ര നല്ലതല്ല. ഭാഗ്യത്തെ തടസ്സപ്പെടുത്താം. അതുപോലെ വൈദേശിക സംബന്ധമായ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടാകാം. പക്ഷേ എല്ലാത്തിനെയും അതിജീവിക്കും. കോടിക്കുറ്റം തീർത്തിടും വ്യാഴദൃഷ്ടിയാൽ വ്യാഴസ്ഥിതിയാൽ എന്ന് ശുഭസ്ഥിതിയാണെങ്കിൽ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ 11ലെ സ്ഥിതി കർക്കിടകക്കൂറുകാരെ ഈ ഒരു വർഷം ഗുണത്തിൽ തന്നെ കൊണ്ടെത്തിക്കും. ഇവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും നല്ല ദിവസമെന്ന് പറയുന്നത് 16 നല്ല ദിവസമാണ്. അതിനുശേഷം പിന്നെ ഗുണമുള്ളത് 22 അടുത്തത് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. അഷ്ടമശനിയല്ല, അഷ്ടമത്തിൽ രാഹു. അഷ്ടമത്തിൽ രാഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് സർപ്പമോ പാമ്പോ കിടക്കുമെന്നല്ല. ചിലപ്പോൾ രോഗം വന്ന് ശരീരത്തിൽ അലർജി ഉണ്ടായി, ശരീരത്തിൽ വിഷമയമായ അവസ്ഥയുണ്ടായി. വിഷമയമായ അവസ്ഥ എന്ന് പറയാൽ ഏതെങ്കിലും ഒരു വിഷമുള്ള ജന്തു ഈ നക്ഷത്രക്കാരെ കടിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമുള്ള ഫുഡ് അകത്തു ചെന്നിട്ടോ തന്നെ ആവണമെന്നില്ല. സ്വന്തം ശരീരത്തിൽ വെള്ളം വേണ്ടത്ര കുടിക്കാതെയും സ്വന്തം ശരീരത്തിലെ ആന്തരിക അവയവങ്ങളായ ലിവറോ അതുപോലെ തന്നെ വൃക്കയോ നേരെ പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് പോകാൻ സാധിക്കാതെ ശരീരം വിഷമയമാകാം. അതും ഈ പറയുന്ന 8ലെ രാഹു ഉണ്ടാക്കുന്ന പ്രശ്നമായി ചിന്തിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷുദ്രജീവികളുടെ ദംശനമേക്കുക, അതുപോലെ ചില ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചാൽ അത് ശരീരത്തിന് അലർജി ഉണ്ടാക്കുക, ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയാൽ അലർജി ഉണ്ടാവുക, ചില കാലാവസ്ഥകൾ അലർജി ഉണ്ടാക്കുക, ഇതൊക്കെ 8ലെ രാഹുവിനെ കൊണ്ട് ചിന്തിക്കണം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ചില അബദ്ധ ധാരണകൾ കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളിലെ മന്ദീഭാവങ്ങൾ, അതായത് ഞാനത് ചെയ്താൽ ശരിയാകുമോ, ആശങ്കകൾ, ഇല്ലാത്ത ഭയം മനസ്സിനെ കൊണ്ട് പെരുപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരിക. അത് മാനസികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിനും കാരണക്കാരൻ രാഹുവാകും. 8ാം ഭാവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈ ഗ്രഹനിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ്. ഹിഡൻ ഏരിയ എന്നാണ് അതിനെ പറയുന്നത്. ദൈവത്തിൻ്റെ കണ്ണെത്താത്ത സ്ഥലം എന്നാണ്. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല, എങ്കിലും ദൈവത്തിന് കണ്ണെത്താത്ത സ്ഥലങ്ങളില്ല. മറിച്ച് അവിടെ മരണം, 8ാം ഭാവം കൊണ്ട് മരണം അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത്, ഇതെല്ലാം 8 കൊണ്ട് ചിന്തിക്കണം. അവിടെ രാഹു നിന്നാൽ അപ്രതീക്ഷിതമായി നമുക്ക് ബാധയുണ്ടാവാം, രോഗബാധകൾ ഉണ്ടാകാം, അലർജി അസുഖങ്ങൾ ഉണ്ടാകാം, തടസ്സങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ 7ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്ഥലങ്ങളാണ് 1, 4, 7, 10. അവിടെ ശനി സഞ്ചരിക്കുമ്പോൾ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാം. 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു നമ്മുടെ വാക്ക് നമ്മളെ തെറ്റിക്കാം. അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകാം, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാകാം, ധനത്തിൻ്റെ വരവിന് പ്രശ്നങ്ങളുണ്ടാകാം. ഇതെല്ലാം ചേർത്ത് വായിക്കണം. എന്നാൽ ഇപ്പോൾ 10ലേക്ക് വ്യാഴം വന്നിരിക്കുന്നു. 9ാം ഭാവത്തിൽ ചൊവ്വ വളരെ ബലവാനായിട്ട് നിൽക്കുന്നു. ചൊവ്വ 9ൽ ബലവാനായി നിൽക്കുന്നത് ഇവരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കും. കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ തയ്യാറെടുപ്പിനെ വർദ്ധിപ്പിക്കും. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും ഇവർക്ക് സാധ്യമാകും. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര തരപ്പെടും. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള വഴികൾ തെളിയും. അവിടെ ജോലിക്കുള്ള കാര്യങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളുണ്ടാകും. കൊച്ചുമക്കൾക്കും അതുപോലെ തന്നെ അടുത്ത തലമുറകൾക്കും നന്നായി പഠിക്കാൻ സാധിക്കും. പഠന സംബന്ധമായ കാര്യങ്ങളിൽ ശുഷ്കാന്തി വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 9ൽ സ്ഥാനബലത്തോട് നിൽക്കുന്ന ചൊവ്വയ്ക്ക് സാധിക്കും. മാത്രമല്ല ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവമാണ് വൃശ്ചികം. അപ്പോൾ 4ഉം 9ഉം ഭാവാധിപൻ 9ൽ ബലവാനായി നിൽക്കുമ്പോൾ അതൊരു രാജയോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമായ പല പ്രവൃത്തികൾക്കും അടിസ്ഥാനമിടാൻ ഇവിടെ നിൽക്കുന്ന ചൊവ്വ ഇപ്പോൾ സഹായിക്കും. 10ലെ വ്യാഴം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണവുമുണ്ടാക്കും. 10ലെ വ്യാഴത്തിന് ദോഷമുണ്ടില്ല എന്ന് പറയുന്നില്ല. ഏറ്റവും അടുത്ത വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് രോഗാവശതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 11ൽ സഞ്ചരിക്കുന്ന
11-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ബുധൻ, സൂര്യൻ ഇതിവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കി കൊടുക്കും. പല വിധേന ഇവർക്കിപ്പോൾ ധനം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ധനം വരികയും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ആശങ്കകളെ മാറ്റിവെക്കുക. രോഗാവശതകൾക്ക് മെഡിക്കേഷൻ്റെ രീതിയിലും പ്രാർത്ഥനയുടെ രീതിയിലും മനസ്സിൻ്റെ സംയമനപ്പെടുത്തലിൻ്റെ രീതിയിലും പ്രതിരോധമുണ്ടാക്കാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 17, 18 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടപ്പോൾ കുറേ പരാതി കേട്ടിരുന്നു. ശരിയാണ്, മനഃപൂർവ്വമായിട്ട് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ ഞാൻ തെറ്റിച്ച് പറഞ്ഞതല്ല. ചിലപ്പോൾ ആബ്സെൻറ്റ് മൈൻഡഡായി പറയുന്ന അവസ്ഥകളിൽ ചില സ്ലിപ്പ് ഓഫ് ടങ്സ് ഒക്കെ വരും. അത് ക്ഷമിക്കുക എല്ലാവരും. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തത്തിൻ്റെ 1, 2, 3, 4 പാദങ്ങൾ, ചിത്രയുടെ ആദ്യ അര എന്ന് പറഞ്ഞാൽ ചിത്രയുടെ 1, 2 പാദങ്ങൾ, അതായത് ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര അര. ഇതാണ് കന്നിക്കൂർ. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിൽ നിന്ന് വ്യാഴം 9-ൽ സഞ്ചരിക്കുന്നു. 10ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ശുക്രനും ബുധനും വളരെ ബലവാനാണ്. സൂര്യൻ 10-ൽ നല്ലതാണ്. 7-ൽ സഞ്ചരിക്കുന്നു രാഹു, ജന്മത്തിൽ കേതു, 6ാം ഭാവത്തിൽ ശനിയും. 6ാം ഭാവത്തിലെ ശനി നല്ലതാണ്. 3-ലും 6-ലും 11-ലും ശനി സഞ്ചരിക്കുമ്പോൾ ഗുണത്തെ ചെയ്യും. കടബാധ്യതയിൽ നിന്ന് മോചനം, പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്നത് മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമം ആരംഭിക്കുന്നു. പൊതുവെ ഗുണകരമാണ്. ശത്രു പോലും മിത്രമായി വരുന്നു. പൊതുവെ തടസ്സങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുന്നു. തടസ്സങ്ങൾ വഴിമാറുന്നു. എന്നാൽ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ദാമ്പത്യ ബന്ധങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടാവുകയും മറ്റും ചെയ്യാം. അതുപോലെ ബന്ധങ്ങളിൽ ചില കാപട്യങ്ങൾ ഉണ്ടാകാം, പുതിയ ചില ബന്ധങ്ങൾ ഉണ്ടാകാം. ആ ബന്ധങ്ങളൊന്നും ശാശ്വതവുമല്ല. അതുപോലെ പ്രണയത്തിന് വിവാഹേതര ബന്ധങ്ങൾ, അതുപോലെ പ്രണയത്തിൽ ചില കള്ളം കടന്നുകൂടുന്നു. ഇതെല്ലാം സംഭവിക്കാം. രാഹു ഒളിവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഹിഡനാണ്, പ്രത്യക്ഷത്തിൽ അവിടെ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ചതി, വഞ്ചന മുതലായവയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ 8-ൽ സ്ത്രീകളാണ് ഈ നക്ഷത്രക്കാരെങ്കിൽ കന്നിക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. 7-ലെ രാഹുവും 8-ൽ ചൊവ്വയും സഞ്ചരിക്കുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം. 8ാം ഭാവത്തിലെ ചൊവ്വ സ്ഥാനബലത്തോടെ നിൽക്കുന്നുവെങ്കിലും ബന്ധങ്ങളുടെ കാര്യത്തിൽ ചൊവ്വ വളരെ കണിശക്കാരനാണ്. 8-ലെ ചൊവ്വ ചിലപ്പോൾ ചില കാര്യങ്ങൾ അറുത്തു മുറിച്ച് മാറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കന്നിക്കൂറുകാർ. എന്നാൽ 9-ൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് അപാരമായ ഈശ്വരാധീനം നൽകുന്നു. വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല തീരുമാനമുണ്ടാകുന്നു. അതുപോലെ പഠനത്തിന് വിദേശത്ത് പോകാൻ സാധിക്കുന്നു. അവിടെ ജോലിയുള്ളവർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു. അവിടെ സ്ഥിര താമസത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യമാവുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. 10ാം ഭാവത്തിലെ ശുക്രനും ബുധനും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും സാധ്യമാക്കുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. 10-ലെ സൂര്യൻ അധികാരികളുമായി ബന്ധപ്പെട്ട് നല്ല വർത്തമാനങ്ങളും പ്രശംസയും പിടിച്ചുപറ്റാൻ സാധിക്കുന്നു. അതുകൊണ്ട് പൊതുവെ കന്നിക്കൂറിന് നല്ലതാണ്. അവർക്ക് ശ്രദ്ധിക്കേണ്ടത് ജന്മത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെയും 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെയും സ്ഥാനബലത്തോടെ ആണെങ്കിലും 8-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെയും നീക്കങ്ങളാണ്. ശാരീരികമായ അവശതയും 8-ലെ ചൊവ്വ പറയുന്നുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ 8 അവനവൻ്റെ തന്നെ ആയുസ്സും, സ്ത്രീക്കാണെങ്കിൽ 8 ദാമ്പത്യത്തിൻ്റെ ആയുസ്സുമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് ചിന്തിച്ചു കൊള്ളണം. അതുകൊണ്ട് ബന്ധങ്ങളിൽ സുതാര്യത പുലർത്തുന്നത് നല്ലതാണ്. അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും മാത്രമാണ് ബന്ധങ്ങൾ വിജയിക്കാനുള്ള ഏക മാർഗം. അത് തുടർന്നു കൊണ്ടുപോവുക. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒളിവ് ക്രിയകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു സുല്ല് പറയുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ശാരീരികമായ ദോഷത്തിനും മാനസികമായ വിഷമത്തിനുമൊക്കെ ഇടവരാം. ചൊവ്വ 8-ൽ നിൽക്കുന്നത് ശാരീരിക ദോഷം കൂടിയാണ്. ശരീരത്തിൽ മുറിവ് പറ്റാം, അപകട സാധ്യത, തടവറയിൽ പോകാൻ തക്കവണ്ണമുള്ള ചില കർമ്മങ്ങൾ ചെയ്യുക. ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനാപകടത്തിനും സാധ്യത. വാഹനം സൂക്ഷിച്ച് ഓടിക്കുക. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16 നല്ല ദിവസമാണ്. പിന്നെ 19 രാവിലെ 10 മണിക്ക് ശേഷം, 10:30-ക്ക് ശേഷം 20, 21 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിലെ വ്യാഴസഞ്ചാരം അത്ര നല്ലതല്ല. 7-ൽ ചൊവ്വയാണ്. 7-ൽ ചൊവ്വ സ്ഥാനബലത്തോടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 6-ലെ രാഹുവും 5-ലെ ശനിയും വലിയ ദോഷത്തെ ചെയ്യില്ല. 5-ലെ ശനി, കണ്ടകശനി മാറിയതേ ഉള്ളൂ ഇവർക്ക്. കഴിഞ്ഞ ജനുവരി തൊട്ട് 5ാം ഭാവത്തിലെ ശനി ഗുണമൊന്നും അല്ലെങ്കിൽ പോലും 4-ൻ്റെ ദോഷങ്ങൾ ഉണ്ടാക്കില്ല. 6-ലെ രാഹുവും ഇവർക്ക് ഗുണത്തെ ചെയ്യും. ഉദരരോഗം എന്ന ഒരു പ്രശ്നമുണ്ടാകാം. ഉദരസംബന്ധമായ വിഷയങ്ങളിൽ ഇവർക്കിപ്പോൾ ആശുപത്രി വാസം കാണുന്നു. അല്ലെങ്കിൽ ഉദരത്തെ നിസ്സാരമായി കാണരുത്. ചെറുകുടൽ, വൻകുടൽ, പ്ലീഹ,
അതുപോലെ ആമാശയം, പിത്താശയം, വൃക്കകൾ ഇതെല്ലാം വരുന്നത്, സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വരുന്നത് നട്ടെല്ലിൻ്റെ ബേസ് ഭാഗമൊക്കെ വയറിൻ്റെ മുൻവശവും പിൻവശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങളാണ്. സ്വാഭാവികമായും ഉദര രോഗമെന്ന് പറയുമ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും പ്രശ്നം വരാം. അൾസർ, ഇൻഡൈജഷൻ, അതുപോലെ പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നത് 6ാം ഭാവത്തിൽ ഒരു പാപഗ്രഹം നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇവിടെ 6ൽ സഞ്ചരിക്കുന്നത് രാഹുവാണ്. നാഗരൂപേണയുള്ള അവയവങ്ങൾ ചെറുകുടൽ, വൻകുടൽ ഒക്കെ ഉള്ളത് വയറിലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വയറിൻ്റെ ഭാഗത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്. 7ാം ഭാവത്തിൽ ചൊവ്വ സ്ഥാനബലത്തോടെ നിൽക്കുന്നത് കൊണ്ട് പ്രവർത്തനങ്ങളിൽ വീര്യവും പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയും ഉണ്ടാകും. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഗുണമുള്ള വർത്തമാനങ്ങൾ കേൾക്കും. ജോലിയിൽ നല്ല രീതിയിൽ ഇവർക്ക് നീതിപരമായി അതുപോലെ തന്നെ ഊർജ്ജസ്വലമായി ചുറുചുറുക്കോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. അതുപോലെ ആദായം നല്ല രീതിയിൽ ഇവർക്കിപ്പോൾ വരുന്നതായിരിക്കും. പ്രത്യേകിച്ചും ചില പ്രത്യേക ബിസിനസ്സുകളിലൂടെ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെയൊക്കെ ഇവർക്കിപ്പോൾ ആദായം കിട്ടുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ തങ്ങൾ മോഹിച്ചിരുന്ന സ്ഥലം വാങ്ങിക്കാൻ സാധിക്കുന്നു. അതെല്ലാം നല്ലത് തന്നെ. എന്നാൽ 7ൽ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുടുംബ ബന്ധങ്ങളും പ്രണയബന്ധങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു ശ്രദ്ധയാണ്. ചൊവ്വ ബലത്തോടെ നിന്നാൽ ദോഷമില്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ടെങ്കിലും ഇൻ എഫക്റ്റ്, അതായത് ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ അതിനത്ര മധുരം കാണുന്നില്ല. ചൊവ്വ ഒരു കാർക്കശ്യമുള്ള ഗ്രഹമാണ്. കാര്യങ്ങളിൽ നീതി ബോധം കൂടുതലുള്ള ആളാണ്. നീക്കുപോക്കില്ല, ഉഴപ്പില്ല, വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന തിരുവനന്തപുരം ഭാഷയിൽ പോകുന്ന ഒരു ആളാണ് ചൊവ്വ. അതുകൊണ്ട് അവിടെ ക്ഷമയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ചൊവ്വ അതിന് സമ്മതിക്കില്ല. അപ്പോൾ അരുതാർത്ഥത ചെയ്താൽ റിസൾട്ട് വളരെ മോശമായി വരും. അതുകൊണ്ട് അത് ചിന്തിച്ചു കൊള്ളണം. കാര്യങ്ങൾ സുതാര്യമായി മുന്നോട്ട് പോവട്ടെ. സത്യസന്ധമായ കാര്യങ്ങൾ ധൈര്യത്തോടെ ചെയ്യുന്നത് ചൊവ്വയുടെ ഏറ്റവും നല്ല ലക്ഷണമാണ്. അതിന് മുതിരുക. 8ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഈശ്വരാധീനവും കുറവാണ്. അപ്പോൾ നാം ഏതെങ്കിലും തരത്തിലുള്ള തിന്മ ചെയ്താൽ തിന്മ ചെയ്തിട്ട് ഈശ്വരാധീനം കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. തിന്മ ചെയ്യാൻ പാടില്ല തന്നെ. പക്ഷേ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശാവസ്ഥ വന്നാൽ ഭാഗ്യമോ ഈശ്വരാധീനമോ അതിനെ കൈക്കൊള്ളില്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളണം. അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷ കൃത്യം സമയത്ത് തന്നെ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എന്നാൽ 9ൽ സ്ഥാനബലത്തോടെ നിൽക്കുന്ന ബുധനും ശുക്രനും വളരെ ഗുണത്തെ ചെയ്യും. 9ലെ സൂര്യൻ പിതാവിനത്ര നല്ലതല്ല. യാത്രയ്ക്ക് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. 7ൽ നിൽക്കുന്ന ചൊവ്വ യാത്രയെ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും 9ൽ നിൽക്കുന്ന സൂര്യൻ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ചൊവ്വയ്ക്ക് ഇവിടെ ശക്തി ഉള്ളതുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക തന്നെ ചെയ്യും. രോഗം വരാം. കണ്ണിനോ ഹൃദയത്തിനോ ഞരമ്പുകൾക്കോ പിതാവിനോ പിതൃസമാനരായ ആൾക്കാർക്കോ ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്കും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഉപരിപഠനത്തിൻ്റെ കാര്യത്തിലും ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. 12ാം ഭാവത്തിലെ കേതു ധനപരമായ കാര്യത്തിൽ കൂടുതൽ ചിലവുണ്ടാകുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ചില ദോഷാവസ്ഥകൾക്കും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കുമാണത് കാണുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാവും. പ്രാർത്ഥന, തീർത്ഥാടനങ്ങൾ ഇതെല്ലാം നടക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 17, 18, 22 നല്ല ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യും. 6ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് നല്ലതാണ്. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. കഴിഞ്ഞ കുറേ കാലമായി ചില പ്രോജക്റ്റുകളിൽ നിന്ന് വരേണ്ടിയിരുന്ന ധനം ഇവർക്ക് വന്നെത്തുന്നു. കഴിഞ്ഞ കുറേ കാലമായി വായ്പ ശ്രമിച്ചിരുന്നെങ്കിൽ അത് അനുവദിച്ച് കിട്ടുന്നു. അതുപോലെ തന്നെ ശത്രുവായി നിന്നിരുന്ന വ്യക്തികൾ പോലും, അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് മാറി നിന്നിരുന്നവർ പോലും ഏക അഭിപ്രായത്തോടെ തിരിച്ചു വരുന്നു. അത് ചില പ്രോജക്റ്റുകൾക്ക് വലിയ സഹായമായി മാറുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. അതുപോലെ തങ്ങൾക്കുണ്ടായിരുന്ന കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം. തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്ന ധനമോ മറ്റു വസ്തുക്കളോ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നത് തിരിച്ചു കിട്ടുന്നു. അങ്ങനെ പൊതുവെ ഗുണകരമായൊരവസ്ഥയുണ്ട്. എന്നാൽ കണ്ടകൻ 4ൽ നിൽക്കുന്നത് കൊണ്ട് മാതാവിനത്ര നല്ലതല്ല. മാതൃദേശത്തോ മാതൃസ്ഥലത്തോ ഒക്കെ ചെറിയ ചില അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. സ്വന്തം രാജ്യം വിട്ട് മറ്റൊരിടത്ത് നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നു. 5ലെ രാഹു തങ്ങളുടെ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ വളരെ നല്ല ചില അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നാൽ സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ത്വക്ക് സംബന്ധമായ രോഗമോ അല്ലെങ്കിൽ മറ്റ് അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. പഠനത്തിൽ ചെറിയ ഉദാസീനത കാണിക്കാനും സാധ്യതയുണ്ട് സന്താനങ്ങൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും
കൂട്ടുത്തരവാദിത്വത്തോടു കൂടി നടത്തുന്ന പ്രവർത്തനങ്ങളിലും വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ശുഭകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ യാത്ര വളരെ സജീവമാകുന്നു. പ്രവർത്തനങ്ങളിലും ശുഷ്കാന്തി ഉണ്ടാകുന്നു. ഒരു 20-25 ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ 30 ദിവസത്തേക്കെങ്കിലും സൂര്യൻ മാറിയ ദിവസം തൊട്ട് 30 ദിവസത്തേക്കെങ്കിലും 8ാം ഭാവത്തിൽ ചില ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. 8ലെ ശുക്രനും ബുധനും ദോഷമൊന്നും ചെയ്യില്ല. പക്ഷേ 8ലെ സൂര്യൻ ദോഷമാണ്. പിതാവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക്. അതുപോലെ തന്നെ ചില പ്രത്യേക ഗുരുത്വം കുറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ ചില വിഷമങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രായം കൂടിയവരോടും അതുപോലെ തങ്ങളെ ഉപദേശിക്കുന്നവരോടും വിനയത്തോടു കൂടി അവരെ നേരിടാൻ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്തിനൊക്കെ രോഗാവസ്ഥകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം ഇവർ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ ഉദരസംബന്ധമായും ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ നക്ഷത്രത്തിൽ അതായത് ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലർക്കെങ്കിലും ചിലപ്പോൾ ചില ശസ്ത്രക്രിയകളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16 നല്ല ദിവസമാണ്. പിന്നെ 13-ാം തീയതി രാവിലെ 10:30 ശേഷം 20, 21 നല്ല ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് 7ാം ഭാവത്തിൽ 5ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം 6ലാണ് സഞ്ചരിക്കുന്നത്. അത് അത്ര നല്ലതല്ല. എന്നാൽ 5ൽ ചൊവ്വ ബലത്തോടെ നിൽക്കുന്നത് ഇവരുടെ മനസ്സിന് കുറച്ചുകൂടി ബലത്തെ കൊടുക്കും. ചില പ്രത്യേക ആശങ്കകളിലൂടെയും വിഷമഘട്ടങ്ങളിലൂടെയും കടന്നുപോയിരുന്ന ഇവർക്ക് ഇപ്പോൾ കുറച്ച് മനസാന്നിധ്യം വന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. മാത്രമല്ല 7ലെ ശുക്രനും ബുധനും കാര്യങ്ങൾ കുറച്ചുകൂടി പ്രായോഗികമായും ബുദ്ധിപരമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. കുറച്ചുകൂടി വെളിച്ചം ബുദ്ധിക്കും മനസ്സിനും കിട്ടും. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിലും കുടുംബങ്ങളിലും തങ്ങൾക്കുണ്ടായിരുന്ന ചില കുറവുകൾ, ചില ദോഷവശങ്ങൾ, അതിനൊരു കുറവുണ്ടാകുന്നു. 4ാം ഭാവത്തിൽ രാഹുവാണ്. നിൽക്കുന്നിടം 4 കൊണ്ട് ചിന്തിക്കണം. അത് തൊഴിൽ മേഖലയായാലും കുടുംബമായാലും മറ്റേതെങ്കിലും ഒരു സ്ഥലത്തായാലും താൽക്കാലികമായി വാഹനത്തിലായാൽ കൂടി അത്ര നല്ലതല്ലാത്തൊരവസ്ഥയെ ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി അഭിമുഖീകരിച്ചിരുന്നു. പ്രത്യേകിച്ചും 5ൽ നിന്ന് വ്യാഴം 6ലേക്ക് പോയ ചെറിയ സമയത്ത് പോലും. അതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ഇപ്പോൾ അനുഗ്രഹമായി വന്നിരിക്കുന്നത് 5ൽ സ്ഥാനബലത്തോടു കൂടി നിൽക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ 7ാം ഭാവത്തിലെ ശുക്രനും ബുധനുമൊക്കെയാണ്. 7ലെ സൂര്യൻ അത്ര നല്ലതല്ലെങ്കിലും ബാക്കി ഗ്രഹങ്ങൾ ഇവർക്ക് വലിയ ഗുണത്തെ ചെയ്യും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇവർക്ക് മനസ്സിനൊരു ശക്തി വരുന്നുണ്ട്. ഈ മനസ്സിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ശക്തിയുമെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് വരുന്ന പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. ആ വ്യാഴം തൽക്കാലം ഒരു വർഷത്തേക്ക് 6ലാണെങ്കിലും ദശയും അപഹാരവും നല്ലതായിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് അങ്ങനെ ആയിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണത്തെ സ്വാധീനിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കൂറുകാരോട്, ധനുക്കൂറുകാരോട് പ്രത്യേകം പറയാനുള്ളത് 25 ദിവസത്തേക്ക് മാത്രമേ ശുക്രൻ 7ൽ നിൽക്കൂ. അത് കഴിഞ്ഞാൽ ശുക്രൻ 8ൽ പോയാലും വലിയ ദോഷം ചെയ്യില്ല, ബുധനും ചെയ്യില്ല. അപ്പോൾ ഒരു 10, 25, 30 അങ്ങേ അറ്റം പോയാൽ 40, 45 ദിവസം കഴിഞ്ഞാൽ വീണ്ടും 9ലോട്ടാണ് ശുക്രൻ്റെ ഇത്. അപ്പോൾ ഏകദേശം ഒരു 70 ദിവസത്തോളം ശുക്രൻ്റെയും ബുധൻ്റെയും ഗുണത്തെ ആശ്രയിച്ചിരിക്കും ഇവരുടെ കാര്യത്തിൽ. പിന്നീട് അങ്ങോട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അതിനെ നേരിടേണ്ടി വരുന്നത് ചിലപ്പോൾ ചിലരുടെ ദശയും അപഹാരവും ഛിദ്രവും നല്ലതാണെങ്കിൽ അത് സ്വാഭാവികമായി നല്ലതായി മാറും. അതല്ല അതൊക്കെ മോശമാണെങ്കിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാഹു 4ൽ നിൽക്കുന്നു. രാഹു 4ൽ നിന്ന് 3ലേക്ക് വരുന്നത് 2025 മാർച്ച് ഏപ്രിലോട് കൂടിയേ ഉള്ളൂ. അതുപോലെ കേതു ഇപ്പോൾ ഇവർക്ക് നിൽക്കുന്നത് 10ലാണ്. അത് 9ലേക്ക് പോകും. 10ൽ നിന്ന് 9ൽ പോകുന്നത് കേതു അത്ര നല്ലതൊന്നും അല്ലെങ്കിലും കർമ്മരംഗത്തെ ചില വിഷമങ്ങൾ ഇവർക്ക് മാറിക്കിട്ടും. എന്തായാലും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ധനുക്കൂറുകാർക്ക് നല്ലതാണെന്ന് വേണം അനുമാനിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17, 18, 22 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. 4ൽ ചൊവ്വ സ്ഥാനബലത്തോടെ സഞ്ചരിക്കുന്നു. 3ൽ രാഹു. 3ലെ രാഹു ഇവരുടെ സ്ഥിരോത്സാഹം വർദ്ധിപ്പിക്കും. ഏതു പ്രവർത്തനങ്ങളിലും ശുഷ്കാന്തിയോടുകൂടി ഇടപെടാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ചു കാലത്തിന് ശേഷം മനസ്സിൻ്റെ ആലസ്യവും ഉഴപ്പുമെല്ലാം വിട്ടുമാറി ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിക്കും. രാഹു ഒരു പരിധിവരെ ബുദ്ധിപരതയെയും ക്രിയാത്മക ശക്തിയെയും വർദ്ധിപ്പിക്കുന്ന ഗ്രഹമാണ്. രാഹു ഔന്നത്യത്തിൻ്റെ ഗ്രഹമാണ്. അതാണ് കുണ്ടലിനിയിൽ 8 ചുറ്റി അടയിരിക്കുന്ന രാഹു ഉണർന്നു കഴിയുമ്പോൾ സർവ്വസിദ്ധികളും ഒരു സിദ്ധന്മാർക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ രാഹു ബുദ്ധിയുടെ പ്രതീകം തന്നെയാണ്.
അതുപോലെ തന്നെ സെക്സിൻ്റെയും പ്രതീകമാണ്. കാണാത്ത ആഗ്രഹങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നയാളാണ് രാഹു. അതേപോലെ രാഹു ത്വക്കിൻ്റെ കാരകത്വം വഹിക്കുന്നു. അതുകൊണ്ടാണ് രാഹുദോഷത്തിൽ ത്വക്ക് രോഗമുണ്ടാകുന്നത്, മഹാരോഗങ്ങൾ ഉണ്ടാകുന്നത്, ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ രാഹു 3-ൽ നിൽക്കുന്നത് നല്ലതാണ്. 3, 6, 11 പാപഗ്രഹങ്ങൾക്ക് നല്ലതെന്ന പ്രമാണം വെച്ച് ചന്ദ്രനിൽ 3-ൽ രാഹു സഞ്ചരിക്കുമ്പോൾ മനസ്സിൻ്റെ ഉന്മേഷം വർദ്ധിക്കും, ബുദ്ധിപരമായ ഉയർച്ചയുണ്ടാവും, ക്രിയാപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ സാധിക്കും. അതേപോലെ കേതു സഞ്ചരിക്കുന്നത് മകരക്കൂറിന് 9-ലാണ്. 9-ലെ കേതു അത്ര നല്ലതല്ല. പക്ഷേ 9-ലെ കേതു ഈശ്വരനോട് കുറച്ചുകൂടി അടുപ്പിക്കും. അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകും. പിതാവിന് ദോഷകരമാണ്. യാത്രകൾക്ക് ചെറിയ തടസ്സമുണ്ടാകുമെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കൂടുതൽ നല്ല മനസ്സോടുകൂടി തീർത്ഥാടനങ്ങൾക്കും യാത്രകൾക്കും തുനിയും. അതുപോലെ 4-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടുപോകും. അതിനുള്ള സാമ്പത്തിക അവസ്ഥയുണ്ടാകും. വീടുപണികൾ, വീടിൻ്റെ പണികൾ ഭാഗികമായി പൂർത്തിയാക്കും. അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ഇൻറ്റീരിയർ ഡിസൈനോ വീടുമായി ബന്ധപ്പെട്ട അകത്തളങ്ങളിലെ പണിയോ ഫർണിച്ചറോ ഒക്കെ പുതുതായി വാങ്ങിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ ശുഷ്കാന്തി ഉണ്ടാവും. നടത്തിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകും. ഓഫീസ് പ്രവർത്തനങ്ങൾ ഭംഗിയാവും. വാഹനം പുതിയത് വാങ്ങുകയോ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷകരമായ വർത്തമാനം കേൾക്കുകയോ ചെയ്യും. സൗഹാർദ്ദങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാവും. യാത്രകൾ പുറപ്പെടും. കൂട്ടുകാരുമൊത്ത് സൗഹാർദ്ദ യാത്രകൾക്ക് വലിയ സ്വാധീനമുണ്ടാകും. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഭാഗ്യത്തെ വർദ്ധിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ഇവർക്ക് സന്താനങ്ങൾക്ക് ഗുണം, പ്രവർത്തനങ്ങളിൽ കൂടുതൽ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ്, മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുന്നു, ഭാഗ്യം വർദ്ധിക്കുന്നു, ഈശ്വരാധീനം വർദ്ധിക്കുന്നു, യാത്ര കൊണ്ട് ഗുണം, ഇതെല്ലാം ഉണ്ടാകുന്നു. 6-ൽ പോയിരിക്കുന്ന ശുക്രനും ബുധനും അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശുക്രൻ 6-ൽ പോകുന്നത് ദാമ്പത്യത്തിന് അത്ര നല്ലതല്ല. 20-25 ദിവസമേ ഉള്ളെങ്കിലും എന്തെങ്കിലും കലഹമോ പ്രശ്നങ്ങളോ മാറി നിൽക്കലോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ശുക്രൻ ജനിച്ച സമയത്ത് മോശമായിട്ട് നിൽക്കുന്നവർക്ക് ഇപ്പോൾ 6-ൽ പോകുന്നത് കൂടുതൽ ദോഷകരമാവും. എന്നാൽ 6-ലെ സൂര്യൻ ദോഷമൊന്നുമല്ല, നല്ലതാണ്. ഉദരസംബന്ധമായ രോഗം, അൾസർ, അതുപോലെ വയറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ചൂട് കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആന്തരികമായ ചൂട് കൂടുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19, 20, 21 ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ വളരെ ഗുണത്തെ ഇവർക്ക് ചെയ്യും. ഏതെല്ലാമോ ഒക്കെ വിധത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ആലസ്യത്തിൽ ആണ്ട് കിടന്നിരുന്ന കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾക്ക് ഒരു പുനർജീവിതം കിട്ടുന്നതാണ് 4-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ 3-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും. ചൊവ്വയ്ക്ക് ഇവർക്ക് വളരെ വലിയ സ്വാധീനം ഇപ്പോൾ ചെലുത്താൻ സാധിക്കും. കാരണം ചൊവ്വ ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവാധിപത്യം കൂടി വഹിക്കുന്നുണ്ട്. 10-ാം ഭാവാധിപത്യവും 3-ാം ഭാവാധിപത്യവുമുള്ള ഗ്രഹം 3-ൽ ബലത്തോടെ നിൽക്കുന്നതിനാൽ 10-ന് അതിൻ്റേതായ ഒരു വർധനവ്, അതായത് കർമ്മരംഗത്ത് ശേഷി വർദ്ധിക്കും. നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടുന്നു. സാമ്പത്തികമായ സഹായമുണ്ടാകുന്നു. വ്യാഴവും 10-ലേക്ക് നോക്കുന്നുണ്ട്. 4-ൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തികമായ നേട്ടം, ഭൗതിക നേട്ടങ്ങളെല്ലാം സമ്മാനിക്കും. കുടുംബത്തിൽ സമാധാനം, കുടുംബത്തിൽ സാമ്പത്തിക നേട്ടം, കുടുംബത്തിൽ കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇടപെടാൻ ഉള്ള ഒരു അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. പുതിയ വാഹനമോ വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ മാറ്റുന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ കുറേ നടക്കുന്നുണ്ട്. 5-ാം ഭാവത്തിലാണ് ശുക്രനും ബുധനും. തീർച്ചയായിട്ടും അതും ഭാഗ്യത്തെ ഇവർക്ക് കൊണ്ടുവരുന്നു. അവിടെ ബലവാനാണ്. ശുക്രനായാലും ബുധനായാലും മിഥുനം രാശിയിൽ ബലമുണ്ട്. അതുകൊണ്ട് കലാപരമായ രംഗത്ത് ശോഭിക്കാൻ സാധിക്കും. പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയമുണ്ടാകുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. പൊതുവെ ഗുണകരമാണ്. 5-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ സന്താനങ്ങൾക്കത്ര നല്ലതല്ല. അതുപോലെ അഷ്ടമത്തിലെ കേതു പൊതുവെ കാര്യങ്ങൾക്കൊരു തടസ്സം വരുത്തുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നതിനാൽ അതിനൊക്കെ പരിഹാരമുണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവാണ്. നാവ് ചിലപ്പോൾ പിഴയ്ക്കാം. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന പേരിൽ ഇവർ ചിലപ്പോൾ ക്രൂശിക്കപ്പെടാം. അതുപോലെ വീട്ടിൽ ചിലപ്പോൾ ചില മാലിന്യങ്ങളോ മറ്റു ചില നെഗറ്റീവ് എനർജിയോ മൂലമൊക്കെ ചിലപ്പോൾ ചില പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടാകാം. വെറുതെ ഭയമുണ്ടാകാം. പാമ്പിൻ്റെയോ മറ്റു വിഷവസ്തുക്കളുടെയോ ദംശനം ഏൽക്കാനുള്ള സാധ്യത. ശരീരത്തിന് അലർജി, അസുഖമുണ്ടാകാം. മുഖത്തിനോ കണ്ണിനോ പല്ലിനോ മൂക്കിനോ ഒക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത. മുഖം വളരെ സംരക്ഷിക്കണം 2-ൽ രാഹു നിൽക്കുമ്പോൾ. ഇത്തരം കാര്യങ്ങളാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10 മണിക്ക് ശേഷം, അതായത് 10:30-ക്ക് ശേഷം 19-ാം തീയതി നല്ലതാണ്. 20, 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്.
അടുത്തത് മീനക്കൂർ. മീനക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും കൊണ്ടെത്തിക്കും. അതുപോലെ 2-ൽ സ്ഥാനബലത്തോടെ നിൽക്കുന്ന ചൊവ്വയും ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യും. വസ്തുക്കളിൽ നിന്ന് വരുമാനം, ഭൂമി കൈമാറ്റത്തിലൂടെ വരുമാനം, ഭൂമി പുതിയത് വാങ്ങാൻ സാധിക്കുന്നു. അതുപോലെ കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. ചില പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്നു. പുതിയ പ്രോജക്റ്റുകൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു. അതെല്ലാം നല്ലത് തന്നെയാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ചെറിയ ചില ക്രമീകരണങ്ങൾ വേണ്ടി വരുത്തും. പ്രത്യേകിച്ച് ഒരു പരുങ്ങൽ അവസ്ഥയുള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ട് ചില കാര്യങ്ങൾ ഇവർ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ഒന്ന് നിയന്ത്രിക്കേണ്ടി വന്നേക്കാം. ഒരു ഉദാസീനതയോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ പ്ലാനിങ്ങുകളുടെ അഭാവമോ പ്രശ്നമുണ്ടാക്കിയേക്കും. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അതുപോലെ സഹോദരന്മാർക്ക് കൂടുതൽ ഗുണം കാണുന്നു. അവർക്ക് കുറച്ച് ഈ നക്ഷത്രക്കാരിൽപ്പെട്ടവരുടെ സഹോദരന്മാർക്ക് ഗുണമാണ് കാണുന്നത്. പെട്ടെന്നുള്ള ചില തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഇവർക്ക് ഗുണകരമായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം സാമ്പത്തിക കാര്യങ്ങൾ തന്നെയാണ് 3-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. 3-ൽ നിന്നുകൊണ്ട് വ്യാഴം നോക്കുന്നത് ഇവരുടെ 9-ാം ഭാവത്തിലാണ്, ബന്ധുക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് ഈശ്വരാധീനം കൈവിട്ടിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. വിദേശത്ത് യാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലോ ഇവർക്ക് ഗുണം കാണുന്നു. ഇവരുടെ ആശ്രിതർ, ഇവരുടെ മക്കൾ, ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ വിദേശത്ത് നല്ല നിലയിൽ കഴിയുന്നതിൻ്റെ ആഹ്ലാദം ഇവർക്കുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. 10-ാം ഭാവാധിപൻ കൂടിയായ വ്യാഴമാണ് 3-ൽ നിന്നുകൊണ്ട് 9-ലേക്ക് നോക്കുന്നത്. അതുകൊണ്ട് ഈശ്വരാധീനം കൊണ്ട് മാത്രമേ ഇപ്പോൾ കർമ്മരംഗത്തും ഇവർക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഉദാസീനതയോ ആസൂത്രണങ്ങളുടെ അഭാവമോ ഇവരുടെ കർമ്മരംഗത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്നു. അതുകൊണ്ട് എപ്പോൾ വേണമോ ഇവർ ചില ആശയക്കുഴപ്പങ്ങളിൽ ചെന്നുപെടാം. എപ്പോൾ വേണമോ ഇവർക്ക് ശരീരത്തിൽ ചില ദുർബലതകൾ കടന്നു വരാം. രോഗാണുക്കൾ ബാധിക്കാം. അകാരണമായ ഭയവും ആശങ്കകളും ഇവരുടെ മനസ്സിനെ അലട്ടാം. അത് പ്രവർത്തനങ്ങളെയും മൊത്തത്തിലുള്ള അവരുടെ ജീവിതത്തെയും ബാധിക്കാം. ജന്മത്തിൽ നിന്നുകൊണ്ട് 7-ലേക്ക് നോക്കുകയും 7-ൽ കേതു നിൽക്കുകയും ചെയ്യുന്നതിനാൽ കുടുംബ ബന്ധങ്ങളെ അങ്ങേയറ്റം പ്രാധാന്യത്തോടെ കാണണം. ചില ബന്ധങ്ങളിൽപ്പെട്ട് സംശയത്തിൻ്റെ നിഴലിൽ ഇവരെ നിർത്തേണ്ടി വന്നേക്കാം. ചില അഗമ്യ ഗമനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ പോകാത്തിടത്ത് പോകേണ്ടി വരുന്ന അവസ്ഥ, പോകാത്തിടത്ത് പോകാനുള്ള മനസ്സിൻ്റെ തൃഷ്ണ, ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രാഹു സർപ്പസൗന്ദര്യത്തിൻ്റെ ആളാണ്, വശ്യതയുടെ ആളാണ്. പുറമേ നല്ലതെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ മഹാദോഷമുള്ളവരുമായി ബന്ധപ്പെടേണ്ടി വന്നേക്കാം. പുറമേയുള്ള സൗന്ദര്യത്താൽ ആകൃഷ്ടരായി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുതന്നെ അപവാദത്തിന് കാരണമായേക്കാം. ത്വക്ക് രോഗമുണ്ടാകാം, അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം 12-ൽ നിൽക്കുന്ന ശനി ഒരു വർഷമായി 12-ലാണ്. അപ്പോൾ ഈ 7.5 ശനിയുടെ മാറ്റ്, നെഗറ്റീവായിട്ടുള്ള മാറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16-ാം തീയതി നല്ലതാണ്. പിന്നെ 22-ഉം താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷത്തിന് ശനിയാഴ്ച ദിവസത്തെ വ്രതശുദ്ധി, കറുത്ത വസ്ത്രം ധരിക്കൽ, നീരാഞ്ജനം കത്തിക്കൽ, അതുപോലെ തന്നെ ശാസ്താവിൻ്റെയോ ശനീശ്വരൻ്റെയോ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തൽ, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കൽ, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കൽ എല്ലാം നല്ലതാണ്. അതുപോലെ ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴദോഷത്തിന് മഞ്ഞ പട്ടു സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസം പാൽപ്പായസ നൈവേദ്യവും നെയ്വിളക്ക് കത്തിക്കലും ചെയ്യുക. അത് തുടരുക. ഓം നമോ നാരായണായ ജപിക്കുക. കലിയുഗത്തിൽ പരമപ്രധാനം ജപമാണ്. ശനിദോഷത്തിന് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ ജപിക്കുക. ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഓം ഗം ഗണപതയെ നമ എന്നോ കേതുദോഷത്തിന് ജപിക്കുക. അല്ലെങ്കിൽ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യാം. മറ്റൊന്ന് രാഹുദോഷത്തിനാണ്. രാഹുദോഷത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കാം, അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കാം. പിന്നെ 100 പാലും ഓരോ ആർക്കാണോ പ്രശ്നം ആ നക്ഷത്രക്കാർക്കും അവരുടെ പക്കനാളിനുമൊക്കെ 100 പാലും കൊടുക്കാം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.